നമസ്കാരം. മിഡി സ്റ്റവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ഏഷ്യൻ പര്യടനം തുടരുന്നു. ഇന്തോനേഷ്യയുമായി വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പിട്ടു. സൗദി എണ്ണ കമ്പനി അറാംകോ മലേഷ്യൻ എണ്ണ കമ്പനി പെട്രോണസിന്റെ 50% ഓഹരി വാങ്ങും. ഇന്തോനേഷ്യയിൽ രാജാവിന് ലഭിച്ചത് ജനകീയ സ്വീകരണം. പ്രവാസി പുനരധിവാസ പദ്ധതികൾക്കായി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 24 കോടി രൂപയിൽ നോർക്കയ്ക്ക് ലഭിച്ചത് 12 കോടി മാത്രം. പ്രവാസികളിലേക്ക് എത്തിയത് 4 കോടി. തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങിയവർക്കുള്ള വായ്പാ പദ്ധതിയും പാളി. പണം നൽകാൻ ബാങ്കുകൾക്ക് മടി. സൗദിയിൽ പുകയില ഉൽപ്പന്നങ്ങൾക്കും പാനീയങ്ങൾക്കും ഉയർന്ന നികുതി ഏർപ്പെടുത്തും. പുകയില ഉൽപ്പന്നങ്ങൾക്കും പവർ ഡ്രിങ്ക്സിനും ഏർപ്പെടുത്തുന്ന നികുതി 100%. കാർബണൈസ്ഡ് പാനീയങ്ങൾക്ക് 50%. നികുതി പ്രാബല്യത്തിലാവുക ഏപ്രിൽ 1 മുതൽ. സൗദി എയർലൈൻസിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ കുവൈത്ത് കമ്പനി മാപ്പ് പറഞ്ഞു. മാപ്പ് പറച്ചിൽ സൗദി എയർലൈൻസ് ടെല്ലവീവിലേക്ക് സർവീസ് നടത്തുന്നുവെന്ന വ്യാജ പ്രചരണത്തിന്. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിവരത്തിന് മാപ്പ് പറഞ്ഞത് 3 മുൻനിര മാധ്യമങ്ങളിലൂടെ. കരിപ്പൂർ വിമാനത്താവളത്തിൽ 24 മണിക്കൂർ സർവീസ് പുനരാരംഭിച്ചു. 18 മാസം നീണ്ട റൺവേ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. വലിയ വിമാനങ്ങൾ ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ മലബാറിലെ പ്രവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. ഏഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ സൽമാൻ രാജാവിന് ലഭിച്ചത് ജനകീയ സ്വീകരണം. ഇരു രാജ്യങ്ങളുടെയും ദേശീയ പതാകകളുമായി തെരുവീഥികൾ കൈയടക്കിയ പൊതുജനങ്ങൾ രാജാവിന് അഭിനന്ദനമർപ്പിച്ചു. സൗദിയും ഇന്തോനേഷ്യയും നിരവധി സഹകരണ കരാറുകളിലും ഒപ്പുവെച്ചു. മലേഷ്യയിൽ നിന്നും ബുധനാഴ്ച രാവിലെ ജാക്കാർത്തയിലെത്തിയ സൽമാൻ രാജാവിനെ സ്വീകരിക്കാൻ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വൈദോദ് വിമാനത്താവളത്തിലെത്തിയിരുന്നു. മന്ത്രിമാരുൾപ്പെടെ ഇരു രാജ്യങ്ങളിലെയും നിരവധി പ്രമുഖർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. സൗദിയുടെയും ഇന്തോനേഷ്യയുടെയും പതാകകളേന്തി രാജാവിന് അഭിവാദ്യം അർപ്പിക്കാൻ പൊതുജനങ്ങൾ നിരത്തുകളിൽ അണിനിരുന്നതാണ് ഏറെ ശ്രദ്ധേയം. കനത്ത മഴയും അവഗണിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ തടിച്ചുകൂടിയത്. അസ്താന പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ പ്രസിഡന്റ് ജോക്കോ വൈദ്യുതുമായി സൽമാൻ രാജാവ് പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വിഷയങ്ങളും അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ പുതിയ സംഭവ വികാസങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിരവധി സഹകരണ കരാറുകളും ഒപ്പുവെച്ചു. സഹകരണ സമിതിയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കരാറിൽ സൗദി വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ നിസാർ ഉബൈദ് മദനിയും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി രത്നോ മർസോദിയും ഒപ്പുവെച്ചു. സാംസ്കാരിക രംഗത്ത് സഹകരണത്തിലുള്ള ധാരണാപത്രത്തിൽ സാംസ്കാരിക വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ഡോക്ടർ ആദിലത്ത് റൈഫിയും ഇന്തോനേഷ്യൻ സാംസ്കാരിക വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹാജിർ അഫന്ദിയുമാണ് ഒപ്പുവെച്ചത്. സാമ്പത്തിക വികസന മേഖലയിലെ സഹകരണം, ചെറുകിട സംരംഭ മേഖലയിലെ സഹകരണം, ഗതാഗതം, വിദ്യാഭ്യാസം, ഇസ്ലാമിക കാര്യം, കടൽ സമ്പത്ത്, കുറ്റകൃത്യം തടയൽ എന്നീ മേഖലയുള്ള സഹകരണത്തിലുള്ള കരാറുകളിൽ വിവിധ മന്ത്രിമാരും ഒപ്പുവെച്ചു. മീഡിയ 1 റിയാദ്. സൗദിയിലും ഇതര ഗൾഫ് രാജ്യങ്ങളിലും പ്രത്യേക ഇനം ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നു. വിദേശ ഇറക്കുമതി നടത്തുന്ന സ്ഥാപനങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുതുക്കി നൽകണമെന്ന് സൗദി സക്കാത്ത് ആൻഡ് ഇൻകം ടാക്സ് അതോറിറ്റി രാജ്യത്തെ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടു. പുകയില ഉൽപ്പന്നങ്ങൾ, കാർബണൈസ്ഡ് പാനീയങ്ങൾ, പവർ ഡ്രിങ്ക്സ് എന്നിവയ്ക്കാണ് മുഖ്യമായും പുതിയ ടാക്സ് ബാധകമാകുക. പുകയില ഉൽപ്പന്നങ്ങൾക്കും പവർ ഡ്രിങ്ക്സിനും 100%, കാർബണൈസ്ഡ് പാനീയങ്ങൾക്ക് 50% എന്നിങ്ങനെയാണ് ഏപ്രിൽ 1 മുതൽ ടാക്സ് ചുമത്തുക. ആരോഗ്യത്തിന് ഹാനികരമായേക്കാവുന്ന ചില ഇനം ഉൽപ്പന്നങ്ങൾക്കും പൊണ്ണത്തടി, പ്രമേഹം എന്നിവയ്ക്ക് കാരണമായേക്കാവുന്ന ചില ഉൽപ്പന്നങ്ങൾക്കും നിർബന്ധിത ശതമാനം ടാക്സ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുട്ടികളെയും ചെറുപ്പക്കാരെയും ആകർഷിക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും വിൽപ്പനയും നിരുത്സാഹപ്പെടുത്തലും പുതിയ ടാക്സ് ഏർപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യമാണ്. സൗദി കസ്റ്റംസ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് പുതിയ ടാക്സ് ഈടാക്കുക എന്ന് സക്കാത്ത് ആൻഡ് ഇൻകം ടാക്സ് അതോറിറ്റി വ്യക്തമാക്കി. മൂല്യവർദ്ധിത നികുതി 2018 പ്രാബല്യത്തിൽ വരുത്താനും അതോറിറ്റിക്ക് ഉദ്ദേശമുണ്ട്. വിഷൻ 2030ന്റെയും ദേശീയ പരിവർത്തന പദ്ധതിയുടെയും ഭാഗമായി പെട്രോൾ ഇതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ടാക്സ് ഏർപ്പെടുത്തുന്നത്. മീഡിയ 1 റിയാദ്. സൗദി എയർലൈൻസിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ കുവൈത്തി കമ്പനി മാപ്പ് പറഞ്ഞു. സൗദി എയർലൈൻസ് ടെല്ലവീവിലേക്ക് സർവീസ് നടത്തുന്നുവെന്ന വ്യാജ പ്രചരണത്തിനാണ് പ്രമുഖ കമ്പനി കുവൈത്തിലെ 3 പത്രങ്ങളിൽ പരസ്യമായി ക്ഷമാപണം നടത്തിയത്.
സൗദി എയർലൈൻസ് റിയാദ് തെല്ലവീവ് റൂട്ടിൽ സർവീസ് നടത്തുന്നുവെന്ന തെറ്റായ സന്ദേശം വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയതാണ് കുവൈത്തിലെ സ്വകാര്യ കമ്പനിക്ക് വിനയായത്. ട്രാവൽ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ വെബ്സൈറ്റിലെ സന്ദേശം സോഷ്യൽ മീഡിയകളിലും പ്രത്യക്ഷപ്പെട്ടു. ഇതോടെയാണ് സൗദി എയർലൈൻസ് നിയമ നടപടികൾ ആലോചിച്ചത്. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യമാണ് സൗദി അറേബ്യ. രാജ്യത്തിന്റെ ദേശീയ വിമാന കമ്പനി തെല്ലവീവിലേക്ക് സർവീസ് നടത്തുന്നുവെന്ന പ്രചാരണം തെറ്റാണെന്ന് സൗദി അധികൃതർ കുവൈത്ത് കമ്പനിയെ അറിയിച്ചു. ഇതോടെ കമ്പനി നേരിട്ട് സൗദി എയർലൈൻസ് പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് രേഖാമൂലം ക്ഷമാപണം നടത്തിയിരുന്നു. എന്നാൽ കുവൈത്തിലെ പ്രമുഖ പത്രങ്ങളിൽ പരസ്യമായി ക്ഷമാപണം നടത്തണമെന്നായിരുന്നു സൗദിയുടെ ആവശ്യം. നിയമക്കുരുക്കുകളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് സൗദി എയർലൈൻസിന്റെ ആവശ്യത്തിനു മുന്നിൽ കുവൈത്ത് കമ്പനി ഒടുവിൽ വഴങ്ങി. ഇതോടെയാണ് അൽ വത്തൻ, അൽ ഖബസ്, അൽ റായി തുടങ്ങിയ പ്രമുഖ പത്രങ്ങളിൽ വാർത്ത നിഷേധിച്ചുകൊണ്ടും ക്ഷമാപണം നടത്തിക്കൊണ്ടും പരസ്യം നൽകിയത്. പരസ്യമായി ക്ഷമാപണം നടത്തിയതോടെ കമ്പനിക്കെതിരെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള സൗദി എയർലൈൻസിന്റെ നീക്കവും നിർത്തിവെച്ചിരിക്കുകയാണ്. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. 20 ദശലക്ഷത്തോളം ദിർഹം വെളുപ്പിച്ച കേസിൽ അന്താരാഷ്ട്ര തലത്തിൽ സ്വാധീനമുള്ള സ്ഥാപനത്തിനെതിരെ ദുബായ് കോടതിയിൽ കേസ്. രാജ്യത്തെ നിയമങ്ങൾ മറികടന്ന് സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടുവെന്നാണ് കേസ്. 30 ബിസിനസ് സംരംഭകരും 18 കമ്പനികളും ഉൾപ്പെട്ട അന്താരാഷ്ട്ര ഗ്രൂപ്പിനെതിരെയാണ് നടപടി. 26 ബ്രിട്ടീഷ് വംശജർക്കും 2 പാകിസ്ഥാനികൾക്കും പുറമെ UAE, ഇറാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തർ വീതവുമാണ് കേസിൽ ഉൾപ്പെട്ടത്. ഇവരിൽ 10 പേർ മാത്രമാണ് UAEയിലുള്ളത്. ബിസിനസ് സംരംഭകരും നിക്ഷേപകരുമാണ് പിടികിട്ടാനുള്ളവരിൽ കൂടുതലും. അന്താരാഷ്ട്ര ശൃംഖലയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി UAEയിലും പുറത്തും പണം വെളുപ്പിക്കാൻ സംഘം നീക്കം നടത്തുകയായിരുന്നു. 18 കമ്പനികൾ UAEയിലും നിരവധി കമ്പനികൾ യൂറോപ്പിലും സ്ഥാപിച്ച് ഓഹരി ഇടപാടുകൾക്ക് അവസരമൊരുക്കുകയായിരുന്നു സംഘം. ഓഹരി വിൽപ്പന നടത്തിയ സ്ഥാപനങ്ങൾ തങ്ങളുടെ ശൃംഖലയ്ക്കുള്ളിൽ തന്നെ ആയതിനാൽ അധിക വരുമാനത്തിന് കക്ഷികളിൽ നിന്ന് നികുതി ഈടാക്കുകയും ചെയ്തു. നിയമവിരുദ്ധമായി സമാഹരിച്ച ഈ പണം UAEയിലും പുറത്തുമായി വിവിധ കമ്പനികളുടെ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച് വെളുപ്പിക്കുകയായിരുന്നുവെന്ന് കോടതി കണ്ടെത്തി. 2010 ഏപ്രിൽ മാസത്തിലാണ് കേസ് കോടതിക്ക് മുമ്പാകെ എത്തിയത്. അടുത്ത വാദം കേൾക്കൽ ഏപ്രിൽ 13 നടക്കും. മീഡിയ 1, ദുബൈ. ഒമാനിൽ ഔദ്യോഗിക സന്ദർശനത്തിലെത്തിയ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ സുനിൽ ലാംബ ഒമാൻ പ്രതിരോധ മന്ത്രി സയ്യിദ് ബദർ ബിൻ സൗദ് ബിൻ ഹാരിബ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ മന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ പ്രതിരോധ മേഖലയിലടക്കം നിലവിലുള്ള സഹകരണം ഇരുവരും ചർച്ച ചെയ്തു. സമുദ്ര സുരക്ഷയടക്കം ഇരു രാഷ്ട്രങ്ങൾക്കും പ്രധാനപ്പെട്ട വിവിധ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. നാവികസേനാ മേധാവിക്കൊപ്പമുള്ള പ്രതിനിധി സംഘത്തിന് പുറമെ ഇന്ത്യൻ അംബാസിഡർ ഇന്ദ്രമണി പാണ്ഡെ, റോയൽ നേവി ഓഫ് ഒമാൻ കമാൻഡർ റിയർ അഡ്മിറൽ അബ്ദുല്ലാഹ് ബിൻ ഖാമിസ് അൽ റൌസി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ സ്വകാര്യ സന്ദർശനത്തിനായി വിദേശത്തേക്ക് തിരിച്ചു. UAE ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഒരാഴ്ച നീണ്ടുനിന്ന വിദേശ സന്ദർശനത്തിന് ശേഷം ജനുവരി 12-നാണ് ഷെയ്ഖ് ഖലീഫ രാജ്യത്ത് തിരിച്ചെത്തിയത്. കഴിഞ്ഞ ദിവസം ദമാമിൽ നീന്തൽക്കുളത്തിൽ മുങ്ങിമരിച്ച ഷമാസ്, സൗഫാൻ എന്നിവരുടെ മൃതദേഹം അല്പസമയത്തിനകം നാട്ടിലേക്ക് കൊണ്ടുപോകും. വിമാനത്തിൽ നാട്ടിലേക്ക് അയക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഖബറടക്കം കരുനാഗപ്പള്ളി ജുമാ മസ്ജിദിൽ നാളെ രാവിലെ 10:30 നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി റബീഹ് മുഹമ്മദ് ഉണ്ട് ജിദ്ദയിൽ നിന്നും. റബി, എപ്പോഴാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവുക? ഇപ്പോൾ എവിടെയാണ് മൃതദേഹമുള്ളത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ശ്രുതി, അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ 9:15, 11:45 ഇവിടെ നിന്നും വിമാനം പുറപ്പെടുക. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു കുട്ടികൾ മരിച്ചത്. ഇന്ന് രാവിലെയോടുകൂടി മുഴുവൻ പേപ്പർ വർക്കുകളും പൂർത്തിയായി. സിവിൽ ഡിഫൻസ് അധികൃതർ ഈ കുട്ടികൾ മരിച്ച കുളം സന്ദർശിക്കുകയും അവിടെ പരിശോധന നടത്തി ഇവർ മുങ്ങി മരിച്ചാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇതിനുള്ള കത്ത് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം വിട്ടു നൽകാൻ പോലീസ് തീരുമാനിച്ചത്. വൈകിട്ട് 5 മണിയോടുകൂടി ദമാം സെൻട്രൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഏറ്റുവാങ്ങി. അവർ അത് ആശുപത്രിയോട് ചേർന്നുള്ള പള്ളിയിൽ വെച്ച് തന്നെ മയ്യത്ത് നമസ്കാരം നടന്നു. അതിനുശേഷമാണ് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയത്. ഈ പിതാവിന്റെ 2 സുഹൃത്തുക്കൾ ഇന്ന് രാത്രിയുള്ള വിമാനത്തിൽ മൃതദേഹങ്ങളെ അനുഗമിക്കുന്നുണ്ട്. നാളെ രാവിലെ 7:00 തിരുവനന്തപുരത്തെത്തുന്ന മൃതദേഹം എത്തിക്കും. അതിനുശേഷം 10:00 കരുനാഗപ്പള്ളിയിൽ ഇവരുടെ സംസ്കാരം നടക്കുക. ഈ കുട്ടികളോടൊപ്പം തന്നെ മരിച്ച ഒരു ഗുജറാത്ത് സ്വദേശി കൂടിയുണ്ട്, അവരുടെ ഒരു മകൻ കൂടിയുണ്ട്. അവരുടെ മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ നിയമ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. 2 ദിവസത്തിനകം മൃതദേഹം ഗുജറാത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. പ്രവാസി പുനരധിവാസ പദ്ധതികൾക്കായി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 24 കോടി രൂപയിൽ നോർക്കയ്ക്ക് ലഭിച്ചത് 12 കോടി മാത്രം. ഇതിൽ പ്രവാസികളിലേക്ക് എത്തിയത് 4 കോടി രൂപയും.
തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയവർക്കുള്ള വായ്പാ പദ്ധതിയും അവതാളത്തിലായിരിക്കുകയാണ്. ബാങ്കുകൾ വായ്പ നൽകാൻ മടിക്കുന്നതാണ് ഇതിനു കാരണം. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. പ്രവാസികൾക്കായി ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി തോമസ് ഐസക് നടത്തിയത്. മടങ്ങിവരുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള തുക 12 കോടി രൂപയിൽ നിന്നും 24 കോടി രൂപയാക്കും. ബാങ്കുകൾക്ക് ബാക്ക് എൻഡ് സബ്സിഡി മുൻകൂറായി നൽകി പ്രവാസികൾക്കായി വായ്പാ പദ്ധതി, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കും തുടങ്ങിയവയായിരുന്നു പ്രഖ്യാപനങ്ങൾ. എന്നാൽ പുനരധിവാസത്തിന് പ്രഖ്യാപിച്ച 24 കോടി രൂപയിൽ 12 കോടി രൂപ മാത്രമാണ് നോർക്കയ്ക്ക് ലഭിച്ചത്. ഇതിൽ ആകെ ചെലവഴിച്ച 4 കോടി രൂപയും സബ്സിഡി ഇനത്തിലാണ്. പ്രവാസികൾക്കായുള്ള വായ്പാ പദ്ധതിയാണ് ഏറെ പരിതാപകരം. 15% സബ്സിഡി എന്നതായിരുന്നു ഇതിന്റെ ആകർഷണം. പ്രത്യേകം തയ്യാറാക്കിയ പ്രൊജക്ട് സഹിതമാണ് വായ്പയ്ക്ക് അപേക്ഷിക്കേണ്ടത്. നോർക്ക മുഖേന ലഭിക്കുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ അഭിമുഖം നടത്തി ലോണിനുള്ള അനുമതി നൽകും. പക്ഷേ ലോൺ നൽകാൻ ബാങ്കുകൾ താല്പര്യം കാണിക്കാത്തത് പദ്ധതിയെ അവതാളത്തിലാക്കി. ബാങ്ക് മാനേജർ പറയുന്നത് ഇങ്ങനെ ഒരു സംഗതി തന്നെയല്ല, നോർക്ക എന്ന് പറയുന്നത് തന്നെ തട്ടിപ്പാണ്, തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞേക്കാം. എന്നിട്ട് ഞാൻ വേറെ രണ്ടാമത് വീണ്ടും അപേക്ഷ വെച്ച് ആ അപേക്ഷയിൽ വീണ്ടും പോയി. അങ്ങനെ എനിക്ക് വീണ്ടും ഒരു കത്ത് വന്ന് ആ കത്തും കൊണ്ടുപോയപ്പോൾ അവർ പറയുന്നത് NR അക്കൗണ്ട് വേണം, അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാണ് പറയുന്നത്. നോർക്കയ്ക്ക് കീഴിൽ ഒരു വർക്കിംഗ് ബോർഡ് സ്ഥാപിക്കണമെന്നതാണ് പ്രവാസികളുടെ പ്രധാന ആവശ്യം. സർക്കാർ നേരിട്ട് പുനരധിവാസ പദ്ധതി നടപ്പാക്കണമെന്ന ആവശ്യവും പ്രവാസികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലാണ് പ്രവാസികൾ. പക്ഷേ ഇവർക്കായുള്ള പദ്ധതികൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം. PL കിരൺ, മീഡിയ വൺ, കോഴിക്കോട്. ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ KB ഷംസുദ്ദീൻ, പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ചേരുന്നു. ശ്രീ ഷംസുദ്ദീൻ, കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച മുഴുവൻ 24 കോടി രൂപയിൽ മുഴുവൻ തുക വിനിയോഗിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കായി. ഇതിന് ശരിക്കും ആരാണ് ഉത്തരവാദികൾ? യഥാർത്ഥത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ വളരെയധികം ആശയോടുകൂടി പ്രതീക്ഷയോടുകൂടിയായിരുന്നു കാത്തിരുന്നത്. എന്നാൽ അതിന്റെ പ്രവർത്തനം പിന്നീട് മനസ്സിലായപ്പോൾ വളരെയധികം ദുഃഖമാണ് തോന്നിയിട്ടുള്ളത്. ധാരാളം സൗദി അറേബ്യയിൽ നിന്നും മറ്റു പല GCC നാടുകളിൽ നിന്നുള്ള പ്രവാസികൾ നാട്ടിൽ പോവുകയും ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട്, നിങ്ങൾ നോർക്കയുമായി സമീപിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് അവരോട് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ പോവുകയും പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെയധികം നിരാശ ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രതികരണമാണ് നോർക്കയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇത് പ്രവാസികൾക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ വേണ്ടത് പ്രവാസികൾ തിരിച്ചു വരുന്നു. അതേസമയം ഈ പ്രവാസികളാണ് ഒരു സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിന്റെ ഇരട്ടിയിൽ കൂടുതൽ, ഏകദേശം 70,000 കോടി രൂപയാണ് ഓരോ വർഷവും കേരളത്തിലേക്ക് അയക്കുന്നത്. അങ്ങനെയുള്ള പ്രവാസികൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് നാമമാത്രമായ ഒരു സംഖ്യ മാത്രം അലോക്കേറ്റ് ചെയ്യുകയും അത് എങ്ങനെ കൊടുക്കാതിരിക്കണം, അതിനുള്ള വഴി എന്താണെന്നാണ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത്. എങ്ങനെ അവർക്ക് നൽകുമെന്നുള്ളത് സംബന്ധിച്ചല്ല ഉദ്യോഗസ്ഥർ വൃന്ദം ശ്രമിക്കുന്നത്. അതാണ് നമുക്കുണ്ടായിട്ടുള്ള അനുഭവം. അതുകൊണ്ട് ഈ അവസ്ഥ മാറ്റി പുതുതായിട്ട് കൊണ്ടിരുന്ന ബഡ്ജറ്റ് അത് ഗവൺമെന്റ് നേരിട്ട് ചെയ്യും എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അതില്ലാത്തൊരവസ്ഥയിൽ ഇത് പത്രത്തിൽ എഴുതി വന്നതുകൊണ്ട് പ്രവാസിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇത്രയും പണം കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൂലധന ക്ഷാമമാണ് ഉള്ളത്. നാട്ടിന്റെ വികസനത്തിന്, നാനാമുഖമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനെല്ലാം പണത്തിന്റെ ആവശ്യമുണ്ട്. അത് പ്രവാസികളിൽ നിന്ന് ബോണ്ടുകളായിട്ട് ഇറക്കിക്കൊണ്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. പ്രവാസികളായിട്ട് ഓരോ വ്യക്തിയും കേരള ഗവൺമെന്റ് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ തന്റെ നാട്ടിൽ സൗകര്യങ്ങൾ ഉണ്ടാവണം, അഭിവൃദ്ധി ഉണ്ടാവണമെന്ന് ആശിക്കുന്നവരാണ്. അവർ കൈയഴിച്ച് സഹായിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അതില്ലാത്തൊരവസ്ഥയാണ് ഉള്ളത്. കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു, ഞങ്ങൾ പദ്ധതികൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് ആണയിട്ട് പറയുകയല്ലാതെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഒരു പരിശ്രമവും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഷംസുദ്ദീൻ, ഇതിനെതിരെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധം പ്രവാസ ലോകത്ത് നിന്ന് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്?
ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രവാസി ബന്ധു ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഓപ്പൺ ലെറ്റർ ടു LDF ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങളിൽ പറഞ്ഞിരുന്നത് 3-4 മേഖലകളുണ്ട്. ടൂറിസം മേഖല, എഡ്യൂക്കേഷൻ മേഖല, വിദ്യാഭ്യാസ മേഖല, ഇങ്ങനെയുള്ള മേഖലകളിൽ വികസനം ഉണ്ടാക്കുവാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമായി നൽകിയിരുന്നു. ആ നൽകിയ കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഉത്തരവാദിത്തപ്പെട്ട മിനിസ്റ്റർമാരും ചീഫ് മിനിസ്റ്ററും പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ പ്രാക്ടിക്കലായി ചെയ്യാൻ താല്പര്യം ആർക്കും ഇല്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള സത്യം. ശ്രീ ഷംസുദ്ദീൻ, പുതിയ ബജറ്റ് എടുത്തിരിക്കുന്നു. പ്രവാസികളും പ്രവാസി സംഘടനകളും ഏതെങ്കിലും തരത്തിൽ ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ? അത് ഞാൻ പറയുന്നില്ല. എപ്പോഴും പ്രതീക്ഷ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കാറാണ്. അത് അവതരിപ്പിക്കപ്പെട്ട് അതിൽ എന്തുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ ഇനി പ്രതികരിക്കാൻ സാധിക്കൂ. ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്ത സ്ഥിതിക്കും അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ UAE-യിലും അതുപോലെ തന്നെ ബഹ്റൈനിലും മറ്റും സന്ദർശിച്ച് പ്രവാസികളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും വളരെ നല്ല നിലയ്ക്ക് പ്രവാസികളുടെ മുമ്പിൽ പല കാര്യങ്ങൾ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അദ്ദേഹം അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അത് ബഡ്ജറ്റ് വരെ കാത്തിരിക്കുക. അത് ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് ഉയർന്നിട്ടില്ലെങ്കിൽ അതിനെ സംബന്ധിച്ചും അതിന് ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്ക് അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തും സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നന്ദി ശ്രീ KV ഷംസുദ്ദീൻ. പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ KV ഷംസുദ്ദീനാണ് വാർത്തയോട് പ്രതികരിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഇന്നു മുതൽ 24 മണിക്കൂറും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും സർവീസ് ഉണ്ടാകും. 2015 ആരംഭിച്ച റൺവേ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവസാനിച്ചത്. കരിപ്പൂർ വിമാനത്താവളം കഴിഞ്ഞ 18 മാസമായി 16 മണിക്കൂർ മാത്രമായിരുന്നു തുറന്നിരുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 8 മണി വരെ വിമാനത്താവളം അടച്ചിട്ടത് മലബാറിലെ യാത്രക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതോടെ 24 മണിക്കൂറും വിമാനങ്ങൾ സർവീസ് നടത്തും. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, എയർപോർട്ട് അതോറിറ്റിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ കരിപ്പൂരിലെത്തി നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തിയിരുന്നു. അവർ അനുമതി നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് 24 മണിക്കൂറും വിമാന സർവീസ് തുടങ്ങുന്നത്. എയർപോർട്ട് അതോറിറ്റിയുടെ വിജിലൻസിന്റെ ചെക്കിംഗ് കഴിഞ്ഞു. മറ്റെല്ലാ ചെക്കിങ്ങുകളും നടന്നു. എല്ലാം അവർ കുറ്റമറ്റ രീതിയിലാണെന്ന് അവർ സംതൃപ്തി അറിയിച്ചു. കൂടാതെ റൺവേ കാലിബ്രേഷൻ തീർത്തു. അവരും വളരെ നല്ലൊരു സർട്ടിഫിക്കറ്റാണ് തന്നിരിക്കുന്നത്. റൺവേ നവീകരണ കാലയളവിൽ ചെറിയ വിമാനങ്ങൾ മാത്രമേ കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്തിയിരുന്നുള്ളൂ. റൺവേ ബലപ്പെടുത്തിയതിനാൽ വരും ദിവസങ്ങളിൽ ഇടത്തരം വിമാനങ്ങളും വലിയ വിമാനങ്ങളും കരിപ്പൂരിൽ നിന്ന് സർവീസ് പുനരാരംഭിച്ചേക്കും. മീഡിയ 1 മലപ്പുറം. പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അഹമ്മദിന്റെ മക്കൾ നിയമപോരാട്ടത്തിന് ഒരുങ്ങുന്നു. ഈ ആവശ്യമുന്നയിച്ച് ഈ മാസം 16-ന് പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്യും. ഇന്ത്യയിൽ രോഗിയെ അവകാശ നിയമം നടപ്പാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ട് ഹർജി നൽകും. കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കൊരു അഹമ്മദിന്റെ മരണം നടന്ന് 4 ആഴ്ച പിന്നിടുമ്പോഴും ഡൽഹിയിലെ RML ആശുപത്രി ചികിത്സ സംബന്ധിച്ചോ മരണം സംബന്ധിച്ചോ യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്കും മറുപടിയില്ല. ഈ സാഹചര്യത്തിലാണ് പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്യുന്നതെന്ന് മകൾ ഡോക്ടർ ഫൗസിയ ഷെഹ്സാദും ഭർത്താവ് ഡോക്ടർ ബാബു ഷെഹ്സാദും ദുബൈയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒന്ന്, ട്രൂത്ത് ഹാസ് ടു കം ഔട്ട്. എന്താ സംഭവിച്ചെന്ന് ഇപ്പം ആർക്കും അറിയില്ല, എന്തുകൊണ്ടാണ് സംഭവിച്ചെന്ന് അറിയില്ല. ആൻഡ് 2, ഫോർ ദ റൈറ്റ്സ് ബിൽ, പേഷ്യൻ്റ് റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ്, അതിനും PIL ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് വി ഷുഡ് ടേക്ക് ഇറ്റ്. ആശുപത്രിയിൽ ചികിത്സ എന്ന പേരിൽ നടന്നതെല്ലാം നാടകങ്ങളായിരുന്നു. ഇന്ത്യയിൽ ഇപ്പോഴും രോഗി അവകാശ നിയമമില്ല. കർശനമായ പേഷ്യന്റ് റൈറ്റ് ബിൽ ലോക്സഭ പാസാക്കണം. രോഗികളുടെ അവകാശങ്ങൾ ഇന്ത്യയിലെ വൻകിട ആശുപത്രികൾ പോലും ഹനിക്കുന്നു എന്നതാണ് തങ്ങൾ നേരിൽ കണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു അനീതി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നിട്ടും കൂടിയാണ് പോയതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ രണ്ടുപേരും ഡോക്ടേഴ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായത്. ദുബൈയിലെ വനിതാ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ എത്തിക്സ് കൈകാര്യം ചെയ്യുന്ന അധ്യാപിക കൂടിയാണ് ഡോക്ടർ ഫൗസിയ. രോഗി അവകാശ ബില്ലിനായുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി അയച്ചു കഴിഞ്ഞു. ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട്
ഡൽഹി മെഡിക്കൽ കൗൺസിലിനും ഇവർ പരാതി നൽകും. എന്താണ് നമുക്ക് മറുപടി കിട്ടണം, എന്നിട്ട് ഇതിനി ഉണ്ടാവില്ല എന്നുള്ളതിന്റെ ഉറപ്പ്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ഖത്തറിലെ KMCC എലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദോഹയിൽ ഇ അഹമ്മദ് അനുസ്മരണം സംഘടിപ്പിക്കുന്നു. സ്മൃതിപഥം എന്ന പേരിൽ നാളെ വൈകിട്ട് 7:30 KMCC ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ STU നേതാവ് യു പോക്കാർ ഇ അഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ പ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായ മുൻ സോഷ്യൽ ഇൻഷുറൻസ് മേധാവിയെ പിടികൂടാൻ കുവൈത്ത് ഇന്റർപോളിന്റെ സഹായം തേടി. പാർലമെന്റിൽ പ്രതിപക്ഷ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഖാലിദ് അൽ ജറാഹാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സോഷ്യൽ സെക്യൂരിറ്റി ഡയറക്ടറായിരുന്ന ഫഹദ് അൽ റജാനെതിരെ 2015 അനധികൃത സമ്പാദനം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളുടെ പേരിൽ പോലീസ് കേസ് ഫയൽ ചെയ്തത്. ജനറൽ പ്രോസിക്യൂഷൻ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് രാജ്യം വിട്ട ഇയാൾ വിദേശത്ത് ഒളിവിൽ കഴിയുകയാണെന്നാണ് പോലീസ് നിഗമനം. റജാനെ കണ്ടെത്തുന്നതിനായി അറബ് മേഖലയിലും അന്താരാഷ്ട്ര തലത്തിലും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതായും മന്ത്രി അറിയിച്ചു. UAE വിപണിയിൽ വിൽക്കപ്പെടുന്ന പാരാസെറ്റമോൾ മരുന്നുകൾ സുരക്ഷിതമെന്ന് ആരോഗ്യ മന്ത്രാലയം. US-ലും യൂറോപ്പിലും പ്രാദേശിക തലത്തിലും നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന കമ്പനികളിൽ അന്താരാഷ്ട്ര ആരോഗ്യ നിലവാരം കാത്തുസൂക്ഷിച്ച് നിർമ്മിക്കുന്നതാണ് ലഭിക്കുന്നവയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അനധികൃതമായി നിർമ്മിച്ച ഒരു ബ്രാൻഡ് വേദന സംഹാരിയെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ സന്ദേശങ്ങൾ പ്രചരിക്കുന്നതിനെ തുടർന്നാണ് വിശദീകരണം. കുവൈത്തിലെ നാസർ അൽ ബദ്ദ ട്രേഡിംഗ് കമ്പനി വാർഷികാഘോഷ ചടങ്ങുകളുടെ ഭാഗമായി വിന്റർ കാർണിവൽ സംഘടിപ്പിച്ചു. കമ്പനി ആസ്ഥാനത്ത് നടന്ന കാർണിവൽ ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ ഉദ്ഘാടനം ചെയ്തു. അർബുദരോഗ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ, മാർത്തോമ സഭാ പ്രതിനിധി ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് എപ്പിസ്കോപ്പ എന്നിവർ കാർണിവലിൽ മുഖ്യാതിഥികളായിരുന്നു. NBTC മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം അധ്യക്ഷത വഹിച്ചു. നിർധനരായ ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനുമാണ് ഈ വർഷത്തെ കാർണിവൽ വരുമാനം വിനിയോഗിക്കുകയെന്നും ഇടുക്കിയിലെ ഇടമലക്കുടി ഗ്രാമം ദത്തെടുക്കുന്ന സർക്കാർ പദ്ധതിയിലേക്ക് 3 കോടി രൂപ ധനസഹായം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ധനസഹായത്തിന്റെ ആദ്യ ഗഡു ഇന്ത്യൻ അംബാസഡർ ഏറ്റുവാങ്ങി. കമ്പനിയിലെ തൊഴിലാളികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ കാർണിവലിൽ പങ്കെടുത്തു. NBTC ജീവനക്കാരുടെ സംഗീത കൂട്ടായ്മയായ ഡെസേർട്ട് തണ്ടറിന്റെ വിവിധ പരിപാടികളും ചലച്ചിത്ര പിന്നണി ഗായകരായ പ്രദീപ് ബാബു, രാധിക സേതുമാധവൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി. മീഡിയ 1, കുവൈറ്റ് സിറ്റി. അന്താരാഷ്ട്ര പട്ടം പറത്തൽ മത്സരത്തിന് സാക്ഷികളാകാൻ ഖത്തർ പ്രവാസികൾക്ക് അവസരമൊരുങ്ങുന്നു. ഏപ്രിൽ ആദ്യവാരത്തിൽ നടക്കുന്ന ഖത്തർ ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥമുള്ള പരീക്ഷണ പറത്തൽ മാർച്ച് 3 വെള്ളിയാഴ്ച വൈകിട്ട് മിസൈദ് സീ ലൈനിൽ നടക്കും. മലയാളികളുടെ നേതൃത്വത്തിലുള്ള വൺ ഇന്ത്യ കൈറ്റ് ടീമാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട്ടുകാരനായ അബ്ദുല്ല മാളിയേക്കലിന്റെ നേതൃത്വത്തിലുള്ള വൺ ഇന്ത്യ കൈറ്റ് ടീം ഇതിനകം പട്ടം പറത്തലിൽ ലോകശ്രദ്ധ ആകർഷിച്ചവരാണ്. ഏപ്രിൽ ആദ്യവാരം നടക്കുന്ന ഖത്തർ ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് ലോക പട്ടം പറത്തൽ മത്സരത്തിലെ ജേതാക്കളായ ടീം ഇപ്പോൾ ദോഹയിലെത്തിയത്. മിസൈദ് സീലൈൻ ബീച്ചിൽ വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പട്ടം പറപ്പിക്കൽ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് സംഘാംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് രാജ്യാന്തര കൈറ്റ് ഫെസ്റ്റിവലിൽ സമ്മാനം നേടിയ സർക്കിൾ കൈറ്റ് എന്ന ഭീമൻ പട്ടവുമായാണ് ഇവർ മിസൈദിലെ പ്രദർശനത്തിനൊരുങ്ങുന്നത്. വൃത്താകൃതിയിലുള്ള പട്ടത്തിന് 300 എയർ ഹോളുകളുണ്ട്. 45 അടിയാണ് വ്യാസം. 12.5 കിലോഗ്രാം ഭാരമുള്ള പട്ടം 40 അടിയോളം ഉയരത്തിലാണ് പറക്കുക. 8 മുതൽ 10 വരെ ആളുകൾ ചേർന്നാണ് പട്ടം നിയന്ത്രിക്കുകയെന്നും വൺ ഇന്ത്യ കൈറ്റ് ടീം ക്യാപ്റ്റൻ അബ്ദുല്ല മാളിയേക്കൽ പറഞ്ഞു. പരീക്ഷണ പറപ്പിക്കലിന്റെ ഭാഗമായി ചതുരാകൃതിയിലുള്ള 150 ഗ്രാം ഭാരമുള്ള പട്ടം 20 അടി ഉയരത്തിലും പറപ്പിക്കും. അഡ്രസ് ഇന്റർനാഷണൽ ഇവന്റ്സിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേരത്തെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് പുറമെ ചൈന, മലേഷ്യ, ദുബായ് എന്നിവിടങ്ങളിലും വൺ ഇന്ത്യയുടെയും അറേബ്യൻ കൈറ്റ് ടീമിന്റെയും ബാനറിൽ അബ്ദുല്ല മാളിയേക്കലും സംഘവും പട്ടം പറത്തിയിരുന്നു. ലോകോത്തര പട്ടം നിർമ്മാതാവായി അറിയപ്പെടുന്ന ന്യൂസിലാൻഡിലെ പീറ്റർ ലിനനാണ് വൃത്താകൃതിയിലുള്ള പട്ടത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത്. മീഡിയ 1, ദോഹ. സലാലയിലെ ആദ്യകാല പ്രവാസികളിൽ ഒരാൾ കൂടി നാട്ടിലേക്ക് മടങ്ങുന്നു. 40-ലധികം വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി PC മൂസയാണ് നാളെ നാട്ടിലേക്ക് മടങ്ങുന്നത്. ഗൾഫ് പ്രവാസത്തിന്റെ ആദ്യകാലങ്ങളിൽ എത്തിയതാണ് മൂസ സലാലയിൽ. പഴയ BA-കാരനായി ഇദ്ദേഹം വന്ന കാലം മുതൽ ജോലി ചെയ്യുന്നത് ഇലക്ട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ആദ്യത്തിൽ ബോർഡായിരുന്നത് പിന്നീട് മിനിസ്ട്രി ആയപ്പോഴും അതിൽ തന്നെ തുടർന്നു. 1989 സ്വദേശിവൽക്കരണത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും അധികം വൈകാതെ ഒമാൻ നാഷണൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി മൂസയെ തിരിച്ചു വിളിക്കുകയായിരുന്നു. അതിലെ ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഇപ്പോൾ വിരമിക്കുന്നത്. KMCCയുടെ സലാലയിലെ അമരക്കാരിൽ ഒരാളായ മൂസ സലാല കേരള സുന്നി സെൻ്റർ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് നാട്ടിൽ നിന്നുന്ന പല രാഷ്ട്രീയ നേതാക്കളും മൂസയുടെ മോട്ടോർ സൈക്കിളിലാണ് എയർപോർട്ടിൽ നിന്ന് താമസ സ്ഥലത്ത് എത്തിയിരുന്നത്.
പ്രവാസ ജീവിതത്തിലെ അധിക സമയവും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് ഈ 68-കാരൻ മടങ്ങുന്നത്. മീഡിയ 1 സലാല. ഉമ്മുൽ ഖുവൈൻ ന്യൂ ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച കുട്ടികളുടെ പാചക മത്സരം വേറിട്ടതായി. ലഘുഭക്ഷണം, പ്രധാന വിഭവം എന്നിങ്ങനെ 2 വിഭാഗങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. പഠനത്തോടൊപ്പം പാചകത്തിലും കുട്ടികളെ മിടുക്കരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉമ്മുൽ ഖുവൈൻ ന്യൂ ഇന്ത്യൻ സ്കൂൾ കുട്ടികൾക്കായി പാചക മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിന് 2 ഘട്ടങ്ങളുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മികവ് പുലർത്തിയ 5 ഗ്രൂപ്പുകളാണ് അവസാന ഘട്ടത്തിൽ പാചക മികവ് പരീക്ഷിച്ചത്. മുഖ്യ വിഭവ വിഭാഗത്തിൽ മറിയം, ആഷ്ലി, സൽമ എന്നിവരുടെ ഗ്രൂപ്പ് 1-ാം സ്ഥാനം നേടി. ലഘുഭക്ഷണ വിഭാഗത്തിൽ സഹക്കിനായിരുന്നു 1-ാം സ്ഥാനം. മുഖ്യ ഭക്ഷണ വിഭാഗത്തിൽ ഇഹ്സാൻ, ഹരികൃഷ്ണൻ, അസ്ലം എന്നിവരുടെ ഗ്രൂപ്പ് 2-ാമതെത്തി. അസ്ര, ലാസിമ എന്നിവർ ലഘുഭക്ഷണ വിഭാഗത്തിൽ 2-ാം സ്ഥാനവും അറ്റ്നൈസ് വിൻസെന്റ് 3-ാം സ്ഥാനവും നേടി. ഉമ്മുൽ ഖുവൈൻ ലുലുവിലെ ഭക്ഷണ വിഭാഗം സൂപ്പർവൈസർ ജിഷിൽ മോഹൻ, പാചക വിദഗ്ധൻ അനീഷ് പട്ടാളി എന്നിവരാണ് മൂല്യനിർണ്ണയം നടത്തിയത്. അധ്യാപകരായ ധന്യ, വിമല എന്നിവർ മത്സരം നിയന്ത്രിച്ചു. നവാസ് വടകര, മീഡിയ 1, ഉമ്മുൽ ഖുവൈൻ. ഇന്ത്യൻ സ്കൂൾ ഫുജേറ കിൻഡർ ഗാർഡൻ വാർഷികാഘോഷം നടന്നു. സ്കൂൾ ചെയർമാൻ അബൂബക്കർ അൽ ഹാഷ്മി ഉദ്ഘാടനം ചെയ്തു. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ മമ്മിക്കുട്ടി സ്വാഗതം പറഞ്ഞു. ഹാറുൽ അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് ഇക്ബാൽ, ജയശ്രീ നാരായണൻ, വാസന്തി എന്നിവർ സംസാരിച്ചു. മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ കൈമാറി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. യുഎഇയിലെ ഒരുമ എടയൂർ 3ാമത് കുടുംബ സംഗമം ദുബായിൽ നടന്നു. യൂനൂസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സര പരിപാടികൾ അരങ്ങേറി. സമ്മാനദാനം അമീൻ നിർവഹിച്ചു. സുഹൈൽ VP, അബ്ദുൽ ജലീൽ, അബ്ദുൾ റഷീദ് എന്നിവർ നേതൃത്വം നൽകി. പ്രവാസി ഇന്ത്യ വേങ്ങര തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസഫിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് പാചക മത്സരം സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 8-ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പേ രജിസ്റ്റർ ചെയ്യണം. ഇന്ത്യൻ എംബസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം ഖത്തറിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കിംസ് മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 3 വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ വക്ര കിംസ് മെഡിക്കൽ സെന്ററിൽ വെച്ചായിരിക്കും ക്യാമ്പ് നടക്കുക. വീഡിയോ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. നൈറ്റ്.